Hi friends, welcome back our channel. Today ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 kg ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. സോ എല്ലാവർക്കും ഇഷ്ടമായ ഒരു കേക്കാണ് ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ ചോക്ലേറ്റ് കേക്ക് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫൈൻ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റായിട്ട് ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. അതിലേക്ക് 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക. 1 കപ്പ് 1 kgക്ക്, 2 കപ്പ് 2 kgക്ക്. അപ്പോൾ അതെടുക്കുക. അത് 3 ടൈംസ് സ്റ്റീവ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അപ്പോൾ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യുക. പിന്നെ 8 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇടുക. 4 ടേബിൾ സ്പൂൺ 1 kgക്ക്, 8 ടേബിൾ സ്പൂൺ 2 kgക്ക്. ഇതും ഇട്ട് നന്നായി സീവ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 ടൈംസ് സീവ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെക്കുക. പിന്നെ വേറൊരു ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കുക. ഞാൻ ഇവിടെ എൻ്റെ മിക്സറിൻ്റെ തന്നെ ബൗളാണ്. അതിലേക്ക് 6 എഗ്ഗ് ഒഴിക്കുക. 6 എഗ്ഗ് ഒഴിക്കുക. ഞാനിവിടെ 2 kgക്ക് 6 എഗ്ഗാണ് എടുക്കുന്നത്. ബൗള് ക്ലീൻ ആയിട്ടിരിക്കണം. പിന്നെ ബീറ്റർ ഇല്ലാത്തവർക്ക് ഹാൻഡ് വിസ്ക് വെച്ചിട്ടും എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ച് കൂടുതൽ ടൈം ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ബീറ്റർ ആകുമ്പോൾ വേഗം തീരും. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ വെനില എസൻസ് ഒഴിക്കുക. പിന്നെ എന്നിട്ടത് ബീറ്റ് ചെയ്യുക. ഫസ്റ്റിലിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സെക്കൻഡിലിടുക, പിന്നെ തേർഡിലിടുക. പിന്നെ എഗ്ഗ് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച 1 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഇടരുത്, കുറച്ച് പോർഷനായിട്ട് ഇട്ട് തീർക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു ഫോമായി വരും, അതായത് ഒരു വൈറ്റ് കളറിലേക്കുള്ളൊരു ഫോമായി വരും. അപ്പോൾ അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, കോക്കനട്ട് ഓയിൽ ഒഴിക്കാതിരിക്കുക. എന്നിട്ട് പിന്നെ ഒഴിച്ചുപാടും തന്നെ ബീറ്റർ ഓഫ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ആഡ് ചെയ്യുക. സ്ലോലി മിക്സ് ചെയ്യുക. ഈ ഒരു മെത്തേഡ് വെച്ച് മിക്സ് ചെയ്യാൻ നോക്കുക. നന്നായി നല്ല സ്പീഡിലൊക്കെ ബീറ്റ് ചെയ്താൽ അത് എഗ്ഗ് പൊന്തി വന്നത് പോയി പോകും. അപ്പോൾ നമ്മൾ കട്ടൗട്ട് മെത്തേഡിലൂടെ മിക്സ് ചെയ്തെടുക്കുക. അതും കുറച്ച് പോർഷൻ ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിൽക്ക് റൂം ടെമ്പറേച്ചറുള്ള മിൽക്കായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടുള്ള മിൽക്ക് ഒഴിക്കാതിരിക്കുക. ബെറ്റർ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗും റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കും യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ സ്ലോ ആയിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ പാനാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി കോട്ട് ചെയ്തിട്ടും എടുക്കാം. ഞാനിവിടെ 3 പാനിലാണ് ഒഴിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ 3 പാന്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പാനിൽ ഒഴിച്ചാൽ മതി. അപ്പോൾ അത് ഫുള്ളായിട്ട് ഒഴിക്കാതിരിക്കുക. ഒന്നുകിൽ ഹാഫ് പോർഷന് അല്ലെങ്കിൽ ഹാഫിൽ കുറച്ച് കൂടുതൽ, അല്ലാണ്ട് നന്നായി ഫുള്ളാക്കാതിരിക്കുക.
ദെൻ നമുക്ക് ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിലേക്ക് 30 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് ഞാൻ വെക്കുന്നത്. അതിലേക്ക് വെക്കുക. അപ്പോൾ ഒരു 25 മിനിറ്റ്സ് കൊണ്ടൊക്കെ ആകും. ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളി സ്പഞ്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല എന്താ പറയുക, നല്ല ഫ്ലഫി ആയിട്ടുള്ള സ്പഞ്ചാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മൾ അടിപൊളി സ്പഞ്ചൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വേറൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. ബൈ ബൈ. ലൈക്ക്